Hi all, welcome to S4KTU question paper solution program. So ഇപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ECT 204 സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിന്റെ സെക്കൻഡ് മൊഡ്യൂളിന്റെ ഡിസ്കഷൻ ആണ്. അതായത് 2019 സ്കീമിന്റെ ജൂൺ 2023 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സൊല്യൂഷൻ. ക്വസ്റ്റ്യൻ പേപ്പർ is BTech degree S4 regular supplementary examination June 2023. Subject code is ECT 204 signals and system. So I'm going to discuss the second module. So before that second module syllabus എന്തൊക്കെ ടോപ്പിക്കുകളാണെന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. സോ സെക്കൻഡ് മൊഡ്യൂൾ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്ന ഫ്രീക്വൻസി ഡൊമൈൻ റെപ്രസെന്റേഷൻ ആണ് മെയിൻ ആയിട്ടുള്ളത്. സോ ഫ്രീക്വൻസി ഡൊമൈൻ റെപ്രസെന്റേഷനകത്ത് നമ്മൾ അതിന്റെ കണ്ടിന്യൂസ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം, ഫസ്റ്റ് വൺ അതിന്റെ കണ്ടിന്യൂസ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം, അതിന്റെ കണ്ടിന്യൂസ് ടൈം ഫോറിയർ സീരീസ് പ്രോപ്പർട്ടീസ്, സെക്കൻഡ് വൺ കണ്ടിന്യൂസ് ടൈം ഫോറിയർ സീരീസ് പ്രോപ്പർട്ടീസ്, കണ്ടിന്യൂസ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം അതിന്റെ പ്രോപ്പർട്ടീസ്, ആൻഡ് ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ലാപ്ലേസ് ട്രാൻസ്ഫോമും അതിന്റെ പ്രോപ്പർട്ടീസ്. ഇതിന്റെ എല്ലാം പ്രോപ്പർട്ടീസ്, റീജിയൻ ഓഫ് കൺവേർജൻസ്, പിന്നെ മെയിൻ ആയിട്ടുള്ളത് ഇതിന്റെ എല്ലാം കോസാലിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി, ചെക്ക് ദ കോസാലിറ്റി ബൈ സ്റ്റെബിലിറ്റി. ഇത്രയാണ് നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിലെ ടോപ്പിക്കുകളായിട്ടുള്ളത്. കണ്ടിന്യൂസ് ടൈം ഫോറിയർ സീരീസ്, കണ്ടിന്യൂസ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം, ലാപ്ലേസ് ട്രാൻസ്ഫോം, പ്രോപ്പർട്ടീസ്, റീജിയൻ ഓഫ് കൺവേർജൻസ്, കോസാലിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി. Then ഇത് തമ്മിലുള്ള ഇന്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദീസ് ടു ഫോറിയർ ട്രാൻസ്ഫോംസ്, ലാപ്ലേസ് ട്രാൻസ്ഫോംസ് എക്സെട്ര. സോ ഇതിനകത്ത് ജൂൺ 2023 മൊഡ്യൂൾ 2 പാർട്ട് എയിലെ ക്വസ്റ്റ്യൻസ് സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ടൈം സ്കെയിലിംഗ് പ്രോപ്പർട്ടി. സോ പ്രോപ്പർട്ടീസ് എടുത്ത് പറഞ്ഞിരിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു ക്വസ്റ്റിന്റെ പ്രോപ്പർട്ടീസ് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഒന്നുകിൽ കണ്ടിന്യൂസ് ടൈം ഫോറിയർ സീരീസ്, കണ്ടിന്യൂസ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം, ലാപ്ലേസ് ട്രാൻസ്ഫോം. ഇതിനകത്ത് 3 ടോപ്പിക്കുകളിൽ നിന്നും പ്രോപ്പർട്ടീസിൽ നിന്നും ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. പാർട്ട് എയിലും പാർട്ട് ബിയിലും ഷുവർ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നെക്സ്റ്റ് ഇവിടെ ചോദിച്ചത് ഡിറ്റർമൈൻ ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു e raised to minus 4t u of t minus e raised to minus 4 into t minus 1 into u of t ആണ് അടുത്ത ക്വസ്റ്റ്യൻ. സോ പാർട്ട് ബിയില് സെയിം തന്നെ നേരത്തെ പറഞ്ഞ പോലെയാണ്, യൂസിങ് ദ ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. സോ ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു e raised to j 2t into u of t. Then using time reversal property. So time ഈ ക്വസ്റ്റിനകത്ത് കംപ്ലീറ്റ് പ്രോപ്പർട്ടി റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. ടൈം റിവേഴ്സൽ പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് ഫോറിയർ ട്രാൻസ്ഫോം കാൽക്കുലേറ്റ് ചെയ്യണം. എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു യു ഓഫ് മൈനസ് ടി. ദെൻ അതിനകത്ത് ബി പാർട്ടിലെ ക്വസ്റ്റ്യൻ ഡിറ്റർമൈൻ ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ആൻഡ് എക്സ്പ്രസ് ദ റീജിയൻ ഓഫ് കൺവേർജൻസ്. സോ ലാപ്ലേസ് ട്രാൻസ്ഫോം കാൽക്കുലേറ്റ് ചെയ്യണം, അതിനുശേഷം അതിന്റെ റീജിയൻ ഓഫ് കൺവേർജൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. ആ റീജിയൻ ഓഫ് കൺവേർജൻസിന് വേണ്ടി നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു e raised to minus t u of t plus e raised to minus 2t into u of t. ഇതാണ് 14A and B യിലുള്ള ക്വസ്റ്റ്യൻസ്. ഇതിന്റെ ഓവർ ക്വസ്റ്റ്യൻ ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡയഗ്രാമാറ്റിക് ആയിട്ട് വന്നതാണ്. ഫൈൻഡ് ദ കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ ഫോറിയർ സീരീസ് ഷോൺ ഫോർ T0. T0 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫണ്ടമെന്റൽ പീരീഡ് ആണ് T0. ഈ T0യുടെ വാല്യൂ 4ഉം 8ഉം ആയിട്ടുള്ളത്. സോ ഈ ഫണ്ടമെന്റൽ പീരീഡിനകത്ത് 4, 8 ഗിവൺ തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യണം. ഡിറ്റർമൈൻ ദ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ദ സിഗ്നൽ. സോ ഇത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും, ഒരു യു ഓഫ് ടിയുടെ വേർഷനാണ് ഇത്. യു ഓഫ് ടി വരും, ഇത് 2 into u of t ആയിട്ട് വരും. അതായത് യു ഓഫ് ടി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത് വരിക. അപ്പൊ അതിന്റെ ഡയറക്റ്റ് ചോദിക്കാതെ ഡയഗ്രാമാറ്റിക് ഫോമിൽ സ്റ്റെപ്പ് പോലെ വന്നുകൊണ്ട് നമുക്ക് അതിന്റെ ഫോറിയർ ട്രാൻസ്ഫോം കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ നമുക്ക് ക്വസ്റ്റ്യൻസ് 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്ത് തുടങ്ങാം. ഫസ്റ്റ് വൺ ഈസ് സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ടൈം സ്കെയിലിംഗ് പ്രോപ്പർട്ടി. സോ ടൈം സ്കെയിലിംഗ് പ്രോപ്പർട്ടിയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ടൈം സ്കെയിലിംഗ് പ്രോപ്പർട്ടി. സോ നമുക്കറിയാം, അപ്പോൾ ഏതൊരു ടൈം സ്കെയിലിംഗ് പ്രോപ്പർട്ടി ആയാലും കണ്ടിന്യൂസ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം. ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ സിഗ്നലിന്റെ എക്സ് ഓഫ് ടി എന്നൊരു സിഗ്നൽ എടുക്കുക. അതിന്റെ ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ എക്സ് ഓഫ് ഒമേഗയാണ്. അതായത് ടൈം ഡൊമൈനെ ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യുക. ടൈം ഡൊമൈൻ സിഗ്നലിനെ ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഫോറിയർ ട്രാൻസ്ഫോമിന്റെ മെയിൻ യൂസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ എക്സ് ഓഫ് ടിയുടെ ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറയുമ്പോൾ എക്സ് ഓഫ് ഒമേഗയാണ്. അപ്പൊ ടൈം സ്കെയിലിംഗ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക? ഈ ടിയെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, സ്കെയിൽ ചെയ്യുന്നു. എക്സ് ഓഫ് 80. ഈ എക്സ് ഓഫ് 80 ഫോറിയർ ട്രാൻസ്ഫോം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഫസ്റ്റ് മൊഡ്യൂൾ മുതലായിരുന്നു ഇവിടെ നമ്മളൊരു ടൈം വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ അതിന്റെ ഔട്ട്പുട്ടിൽ അല്ലെങ്കിൽ അതിന്റെ ഫോറിയർ ട്രാൻസ്ഫോമിൽ അത് നമ്മൾ എന്ത് ചെയ്യാം? എക്സ് ഓഫ് ടിയുടെ ഫോറിയർ ട്രാൻസ്ഫോം എക്സ് ഓഫ് ഒമേഗ ആണ്. ആൻഡ് ഒമേഗ ആണ് ആ സ്കെയിലിംഗ് ഫാക്ടർ വെച്ച് ഡിവൈഡ് ചെയ്യുക. 1/a എക്സ് ഓഫ് ഒമേഗ ബൈ എ. ഇതാണ് നമ്മുടെ ടൈം സ്കെയിലിംഗ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞത്. സോ ഇതിന്റെ പ്രൂഫ് ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം, അപ്പൊ എക്സ് ഓഫ് ടിയുടെ ഫോറിയർ ട്രാൻസ്ഫോമിന്റെ ഇക്വേഷൻ എന്താണ്? എക്സ് ഓഫ്
omega is equal to integral minus infinity to plus infinity x of t into e raised to minus j omega t dt. ഇതാണ് നമ്മുടെ ഒരു ഫോറിയർ ട്രാൻസ്ഫോമിന്റെ എക്സ്പ്രഷൻ x of omega. സോ ഇവിടെ നമുക്ക് പ്രൂഫിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഇതാണ് നമ്മൾ ജനറലി യൂസ് ചെയ്യുന്ന ഫോർമുല. ഇവിടെ കൊടുത്തിരിക്കുന്ന y of j omega is equal to integral minus infinity to plus infinity x of t into so x of t into e raised to y of j omega ആയിട്ട് y of t into e raised to minus j omega t. സോ നമ്മളുടെ ഇൻപുട്ട് എന്ന് പറയുമ്പോൾ ഏതാണ് x of t ആണ് ഇൻപുട്ട് എങ്കിൽ x of omega, നമ്മളുടെ പക്ഷേ x of a t ആണ് നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, y of t ക്ക് പകരം ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി x of a t into e raised to minus j omega t into dt. ഓക്കെ, x of a t into e raised to minus j omega t dt. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ എ ടിക്ക് പുതിയ ടേം ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നു. എ ടി ഇസിക്കൽ ടു ലാംഡ എന്ന് കൊടുക്കുക. അപ്പോൾ എ ടീനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ത്രൂ ഔട്ട് ചെയ്യുന്നു. എ കോൺസ്റ്റന്റ് ആണ്, ടിയുടെ ഡിഫറൻസിയേഷൻ ഡി ടി ഇസ് ഈക്വൽ ടു ഡി എം. എ കോൺസ്റ്റന്റ് ആണ് ഡി ലാംഡ. സോ ഡി ടി ഇസ് ഈക്വൽ ടു ഞാൻ എങ്ങനെ എടുക്കുന്നു, ഡി ലാംഡ ബൈ എ. അതായത് ഈ കംപ്ലീറ്റ് ടേമിന് എ ടി എന്നുള്ള ടൈമിൽ ലാംഡ എന്ന് എടുത്തിട്ട് അത് ഡി ലാംഡ ടേമിലേക്ക് മാറ്റുന്നു. സോ y of j omega is equal to x of a t ക്ക് അതുപോലെ നമുക്ക് ലിമിറ്റ് ഇൻട്രസ്റ്റ് മാറ്റണം. ലിമിറ്റ് ഇവിടെ ഇൻഫിനിറ്റി ആയിട്ട് ഇത് ഇൻഫിനിറ്റി തന്നെയാണ്. ഇന്റഗ്രൽ minus infinity to plus infinity x of lambda into e raised to minus j omega t. t a t കല്ലേ നമ്മൾ ലാംഡ എന്ന് കൊടുത്തത്. സോ t is equal to lambda by a കൊടുക്കുന്നു. t is equal to e raised to minus j omega into lambda by a and d lambda divided by a മോഡുലസ് a. ഈ മോഡുലസ് a നെ ഞാൻ പുറത്തേക്ക് എടുത്തിട്ട് ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി വരെ x of lambda into e raised to minus j omega lambda by a d lambda. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്പൊ ഇതെന്ന് പറയുമ്പോൾ എന്ത് നമ്മുടെ മറ്റേ ഫോർമുല മാറി എന്ത് കിട്ടി, 1 മോഡുലസ് ഓഫ് എ കിട്ടി. ബാക്കി ഫോർമുല എന്താണ്, എക്സ് ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എക്സ് ഓഫ് ലാംഡ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ലാംഡ. ഡി ലാംഡ ആണെങ്കിൽ എന്താണ്, എക്സ് ഓഫ് ഒമേഗ ആണ്. അവിടെ ലാംഡ ബൈ എ വന്നുകൊണ്ട് എന്ത് വന്നു, ഒമേഗ ബൈ എ. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഹെൻസ് 1 മോഡുലസ് ഓഫ് എ ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ഡിവൈഡ് ബൈ എ. സോ ഇതാണ് ഇതിന്റെ പ്രൂഫ് എന്ന് പറഞ്ഞാൽ ടൈം സ്കെയിലിംഗ് പ്രോപ്പർട്ടി. അതായത് എക്സ് ഓഫ് ടിയുടെ ഫോറിയർ ട്രാൻസ്ഫോം എക്സ് ഓഫ് ഒമേഗ, ടീനെ നമ്മൾ സ്കെയിൽ ചെയ്യുക, എ ടി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഒന്നുമില്ല എക്സ് ഓഫ് ടിയുടെ സ്ഥാനത്ത് എക്സ് ഓഫ് എ ടി കൊടുക്കുക. എ ടിക്ക് ശേഷം നമ്മൾ അതിനെ വേറെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക, ലിമിറ്റ് ഇന്റർചേഞ്ച് ചെയ്യുക. അതിനെ നമ്മുടെ ഒറിജിനൽ ഫോറിയർ ട്രാൻസ്ഫോമായിട്ട് കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1 മോഡുലസ് ഓഫ് എ ഇൻറ്റു എക്സ് ഓഫ് ഒമേഗ ബൈ എ എന്ന് കിട്ടുന്നു. സോ ഇതാണ് നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ ആൻസർ ടൈം സ്കെയിലിംഗ് പ്രോപ്പർട്ടിയുടെ. സോ നെക്സ്റ്റ് വൺ ഈസ് ഡിറ്റർമൈൻ ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് ടി. e raised to minus 40 into u of t, e raised to minus 40 into e raised to 4 into u of t. Okay. So നമുക്കറിയാം e raised to minus 40 into u of t. So x of t is equal to e raised to minus 40 into u of t ഉണ്ട്. അതുപോലെ തന്നെ e raised to minus 4 into t minus 1 into u of t. സോ നമ്മൾ ആദ്യം ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ ഫോർമുല എന്താണ്, എക്സ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി ആണ് നമ്മുടെ ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ ഫോർമുല. സോ നമുക്ക് ഡയറക്ട്ലി ഇതിനകത്ത് എക്സ് ഓഫ് എസ് കാൽക്കുലേറ്റ് ചെയ്യാം. സോ എക്സ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും, ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എക്സ് ഓഫ് ടിക്ക് പകരം ഇ റേസ് ടു മൈനസ് 40 u of t into e raised to minus st dt minus again integral minus infinity തൊട്ട് plus infinity വരെ e raised to minus 4 into t minus 1 into എന്താണ് u of t into e raised to minus st dt. ഓക്കെ, ഇതാണ് നമ്മുടെ ഫോർമുല. സോ ഈ ഫോർമുലക്കകത്ത് നമ്മൾ നെക്സ്റ്റ് എന്ത് ചെയ്യുക, നമുക്കറിയാം യു ഓഫ് ടിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ യു ഓഫ് ടി ഈസ് 1 for t greater than 0 ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, മൈനസ് ഇൻഫിനിറ്റി ടു 0 അതിൻ്റെ വാല്യൂ 0 ആയതുകൊണ്ട് ലിമിറ്റിനെ മാറ്റി ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി ആക്കി ഇ റേസ് ടു മൈനസ് 40 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി പ്ലസ് എഗെയിൻ ഇവിടെ നമുക്ക് എന്താണ് യു ഓഫ് ടി ഉള്ളതുകൊണ്ട് യു ഓഫ് ടിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 for t greater than 0 ആണ്. ഇവിടെ ഞാൻ ലിമിറ്റ് 0 to ഇൻഫിനിറ്റി ആക്കിയിട്ട് ഇ റേസ് ടു മൈനസ് 4 ഇൻറ്റു ടി മൈനസ് 1 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി ആയി. ഓക്കെ, സോ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ എന്ത് ചെയ്യുന്നു,
ഇനി ഇൻ്റഗ്രേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. സോ ഇവിടെ എന്താ പറയുക, ഇ റേസ് ടു മൈനസ്, ഇവിടുത്തെ ഞാൻ കോമൺ എടുക്കുക, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ്, മൈനസിനെ കോമൺ എടുക്കുക, s+4 into t dt. ഈ ടൈമിനകത്ത് ഇ റേസ് ടു മൈനസ് ഓഫ് s+4 into t dt പ്ലസ് ഇ റേസ് ടു, ഈ ടൈമിനകത്ത് ഞാൻ ഇ റേസ് ടു -4tയും ഇ റേസ് ടു +4 ഉണ്ട്. ഇ റേസ് ടു 4നെ ഞാൻ പുറത്തെടുത്തോണ്ട് എന്ത് കിട്ടുന്നു, നിങ്ങൾ 0 to ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് ഓഫ് s+4 into t dt. സോ ഇനി നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുക, ഇ റേസ് ടു മൈനസ് ഓഫ് s+4 into t ഡിവൈഡഡ് ബൈ മൈനസ് ഓഫ് s+4. സോ ലിമിറ്റ് അപ്ലൈ ചെയ്യുക, 0 to ഇൻഫിനിറ്റി പ്ലസ് ഇ റേസ് ടു 4 into എന്ത് കിട്ടുന്നു, ഇ റേസ് ടു മൈനസ് ഓഫ് s+4 into t ഡിവൈഡഡ് ബൈ മൈനസ് ഓഫ് s+4. ഇതിന്റെ ലിമിറ്റ് 0 to ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യുന്നു. സോ ഇതിന്റെ ആൻസർ എന്ത് കിട്ടും, നമുക്കിവിടെ 1/s+4 ഇവിടെ കിട്ടുക. അതായത് അപ്പർ ലിമിറ്റ് ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി നമ്മൾ 0 കൊടുക്കുക, ഇ റേസ് ടു 0 1 കൊടുക്കുക. സോ നമ്മൾ 1/s+4 കിട്ടുന്നു പ്ലസ് ഇ റേസ് ടു 4 into ഇവിടെ എന്ത് കിട്ടുക, 1/s+4. സോ ദ ഫൈനൽ ആൻസർ ഈസ് 1/s+4 into 1 plus ഇ റേസ് ടു 4. ഇതാണ് ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ ആൻസർ. 1 plus ഇ റേസ് ടു 1/s+4 ഇ റേസ് ടു 4 into s+4 ആണ് ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ. സോ ഇതാണ് ഇത് ലാപ്ലേസ് ട്രാൻസ്ഫോം. സോ ഓക്കെ അല്ലേ? സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫൈൻഡ് ദ കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ ഫോറിയർ സീരീസ്. കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ ഫോറിയർ സീരീസ് ആണ് ഫോർ ദ ഫംഗ്ഷൻ ഗിവൺ t0 = 4,8. സോ ടൈം ആക്സിസ് t ആണ്, ഇവിടെ ആംപ്ലിറ്റ്യൂഡ് -t1 to t1 ആംപ്ലിറ്റ്യൂഡ് 1 ആണ്. അഗെയിൻ ഈ സിഗ്നൽ t0 ഇതാണ്, t0 - t1, അപ്പോൾ ഇത് t0 + t1 വരിക. ഇവിടെ -t0 - t0 + t1 -t0 - t1. സോ ഈ സിഗ്നൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവാണ്. ഫണ്ടമെന്റൽ പീരീഡ് t0 ആണ്. അപ്പോൾ ഈ t0ന്റെ വാല്യൂ 4,8 ആയിട്ടുള്ള ഫംഗ്ഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണം. സോ ഇനി ഫൈൻഡ് ദ കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ ഫോറിയർ സീരീസ്. സോ ഒരു കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ ഫോറിയർ സീരീസിനകത്ത് അതിൻ്റെ ഒരു 2-3 ഇക്വേഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പീരിയോഡിക് സിഗ്നൽ എക്സ് ഓഫ് ടി വിത്ത് ഫണ്ടമെന്റൽ പീരീഡ് ഏതായിരിക്കണം, 2π/ω. ഫണ്ടമെന്റൽ പീരീഡ് 2π / ω0 ക്യാൻ ബി റെപ്രസെന്റഡ് ആസ്. അതായത് നമുക്ക് അറിയൊരു പീരിയോഡിക് സിഗ്നൽ, ഫോറിയർ സീരീസ് റെപ്രസെന്റേഷൻ ഓഫ് പീരിയോഡിക് സിഗ്നൽ ആണ്. ആ പീരിയോഡിക് സിഗ്നലിന്റെ ഫണ്ടമെന്റൽ പീരീഡ് ടൈം പീരീഡ് = 2π/ω0 ആണെങ്കിൽ എക്സ് ഓഫ് ടി = നമുക്ക് ഇതിനെ സമ്മേഷൻ n = -∞ to +∞ cn into e raised to jn ω0t. സോ ഇത് എക്സ് ഓഫ് ടി, ഈ cnന്റെ അകത്ത് നമുക്ക് cn എന്നുള്ള കോഎഫിഷ്യന്റ് അകത്ത് നമുക്ക് എന്താണ് ഒരു ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് 3 ടേമാക്കി മാറ്റുന്നു. -∞ to -1ഉം 0യും 1 to ഇൻഫിനിറ്റി ആക്കി മാറ്റുന്നു. അതായത് 0യിലുള്ള ടേമിനെ ഞാൻ 0 എന്ന് എടുക്കുന്നു, c0 പ്ലസ് സമ്മേഷൻ n = -∞ to -1 cn into e raised to jn ω0tയും അതുപോലെ തന്നെ സമ്മേഷൻ n = 1 to ഇൻഫിനിറ്റി cn into e raised to jn ω0t. അതായത് ഇതിനെ നമ്മൾ ജനറൽ ഫോർമാറ്റിലേക്ക് മാറ്റുകയാണ്. അതായത് -∞ നെഗറ്റീവ് വേറെ, 0യിലുള്ളത് വേറെ, t>0. അതായത് 0യിലുള്ള ടേമിനെ c0 പ്ലസ് ഒറ്റ ലിമിറ്റ് ആക്കി മാറ്റുക. സമ്മേഷൻ n = 1 to ഇൻഫിനിറ്റി നെഗറ്റീവിലുള്ള ടേം c - n e raised to -jn ω0t പ്ലസ് cn e raised to jn ω0t. അതായത് നെഗറ്റീവ് സൈഡിലുള്ള കോഎഫിഷ്യന്റ് c - n ഉം പോസിറ്റീവ് സൈഡിലുള്ള കോഎഫിഷ്യന്റ് +cn ആയിരിക്കും. അതായത് ഇതിന്റെ ഇൻഫിനിറ്റ് സീരീസിനെ നമ്മൾ എക്സ്പോണൻഷ്യൽ ഫോമിൽ റെപ്രസെന്റ് ചെയ്യുവാണെങ്കിൽ c0 = 1/t ∫ 0 to t x of t dt. അതുപോലെ തന്നെ cn = 1/t x of t × e raised to -jn ω0t. സോ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അത് ഫണ്ടമെന്റൽ പീരീഡിൽ കാൽക്കുലേറ്റ് ചെയ്യും. സോ ഞാൻ എന്ത് ചെയ്തു, cn = നമ്മുടെ ഫോർമുല എന്താണ്, cn = 1 cn കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് നമുക്ക് തന്നിരിക്കുന്ന സിഗ്നലിന്റെ, സോ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന സിഗ്നലിന്റെ, ഈ ഒരു സിഗ്നലിന്റെ ഇതിന്റെ കോഎഫിഷ്യന്റ് cn ഉം c0യും കാൽക്കുലേറ്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ. കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ ഫോറിയർ സീരീസ് cn ആൻഡ് c0 കാൽക്കുലേറ്റ് ചെയ്യുക. സോ cn എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, cnന്റെ ഫോർമുല ഈസ് 1/t ∫t x of t e raised to -jn ω0t dt.
C0 is equal to 1 by t integral t x of t into dt ആണ്. സോ C0 is equal to 1 by T0. നമുക്ക് തന്നിരിക്കുന്ന സിഗ്നൽ -T1 തൊട്ട് T1 വരെ ആംപ്ലിറ്റ്യൂഡ് 1 ആണ്. സോ നമ്മൾ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. -T1 to +T1 integral 1 to C0 is equal to 1 by T0 -T1 to T1 1 into dt. That is 1 by T0 is equal to integral of 1 എന്താണ്? integral of 1 is t ആണ്. ടിയുടെ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതായത് T1 - T1 ഡിവൈഡ് ബൈ T0. സോ നമുക്ക് C0 is equal to എന്ത് കിട്ടി? 2T1 ഡിവൈഡ് ബൈ T0 കിട്ടി. C0 is equal to 2T1 ഡിവൈഡ് ബൈ T0 കിട്ടി. സോ ഇതാണ് നമ്മുടെ ഫോറിയർ സീരീസിന്റെ C0 എന്നുള്ള കോഎഫിഷ്യന്റ്. C0 is equal to 2T1 ഡിവൈഡ് ബൈ T0. സോ നെക്സ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട Cn ആണ് കാൽക്കുലേറ്റ് ചെയ്യുക. Cn is equal to 1 by T0. നമ്മുടെ ഫോർമുല ഈസ് ഇന്റഗ്രൽ -T1 to T1. സോ നമുക്കറിയാം -T1 to T1 വാല്യൂ x of t യുടെ വാല്യൂ 1 ആണ് ഇൻറ്റു e raised to -jn⍵0t dt. ദാറ്റ് ഈസ് 1 by T0 ഇൻറ്റു e raised to -jn⍵0t ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ e raised to -jn⍵0t ഡിവൈഡഡ് ബൈ -jn⍵0. ഇതിന്റെ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. -T1 T1 ദാറ്റ് ഈസ് equal to 1 by T0 e raised to -jn⍵0 into upper limit T1 minus ഈ ടിയുടെ T1 minus e raised to -jn⍵0 minus T1. ആ മൈനസ് ഇവിടെ പ്ലസ് ആയി ഹോൾ ഡിവൈഡഡ് ബൈ -jn⍵0. ദാറ്റ് ഈസ് 1 by T0 ഇൻറ്റു. സോ ഇതെന്ന് പറയുന്ന ഫോർമുലയാണ് e raised to j theta minus e raised to -j theta ഡിവൈഡഡ് ബൈ 2j ഫോം ആണ്. സോ അതിനകത്ത് ഞാൻ sin n⍵0 T1 ഡിവൈഡഡ് ബൈ n⍵0 എന്ന് കിട്ടി. ദാറ്റ് ഈസ് sin n⍵0 T1 ഡിവൈഡഡ് ബൈ n⍵0 T0 ഫോർ n നോട്ട് ഈക്വൽ ടു 0. സോ ഇതാണ് എനിക്ക് കിട്ടിയ ഇതിന്റെ ഫോറിയർ സീരീസിലെ കോഎഫിഷ്യന്റ്. Cn is equal to sin n⍵0 T1 ഡിവൈഡഡ് ബൈ n⍵0. പിന്നെ ഈ Cnന്റെ അകത്ത് നമ്മൾ 1 by T0 കിട്ടിയ ആൻസർ 1 by T0 e raised to -jn⍵0 T1 minus e raised to +jn⍵0 T1 divided by -jn⍵0. സോ ഇതിനകത്ത് നമുക്ക് e raised to c minus n-ഉം Cn-ഉം നെഗറ്റീവ് ടൈമിന്റെ കോഎഫിഷ്യന്റ് പ്ലസ് c പോസിറ്റീവ് ടൈമിന്റെ കോഎഫിഷ്യന്റ്. c മൈനസ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഏതായിരിക്കും? e raised to -jn⍵0 T1 divided by jn⍵0. സോ അപ്പോൾ അവിടുത്തെ c മൈനസ് എന്ന് പറഞ്ഞാൽ 1 by -jn⍵0യും c പ്ലസ് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? c പ്ലസ് ന്റെ കോഎഫിഷ്യന്റ് 1 by -jn⍵0 തന്നെ ആയിരിക്കും. ഓക്കെ, മൈനസ് പ്ലസ്. സോ ഇനി നമുക്കിനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, സോ നമ്മൾ അതിന്റെ Cn കാൽക്കുലേറ്റ് ചെയ്ത് വാട്ട് ഇസ് Cn വാല്യൂ? Cn ഈസ് ഈക്വൽ ടു 1 by T0 sin n⍵0 T1 ഡിവൈഡ് ബൈ n⍵0. ഇതാണ് ഇതിന്റെ Cn-ന്റെ ഫോറിയർ സീരീസ് കോഎഫിഷ്യന്റ്. Cn-ഉം കിട്ടി, C0യും കിട്ടി. C0 ആൻഡ് Cn കിട്ടിയതിന് ശേഷം നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ x of t വെച്ച് റെപ്രസെന്റ് ചെയ്യണം. സോ x of t വെച്ച് റെപ്രസെന്റ് ചെയ്യണം. x of t is equal to C0 plus summation n is equal to 1 to infinity. എങ്ങനെ വരും? c minus n e raised to -jn⍵0 t plus cn e raised to jn⍵0. ഇതാണ് നമ്മൾ ഇതിന്റെ റെപ്രസെന്റ് ചെയ്യുന്ന എക്സ്പ്രഷൻ. ഇതാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് 1 by T0 e raised to -jn⍵0 T1 minus e raised to +jn⍵0 T1 ആയിട്ട് കിട്ടിയിരിക്കുന്നത്. സോ C0 is equal to നമുക്ക് 2T1 by T0. സോ 2T1 by T0 പ്ലസ് നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്? 2T1 by T0 പ്ലസ് summation n is equal to 1 to infinity (1 by jn⍵0 e raised to -jn⍵0 t plus minus ഉണ്ട് 1 by jn⍵0 e raised to jn⍵0 t. സോ ഇതാണ് നമ്മുടെ ഫൈനലായിട്ട് കിട്ടിയ എക്സ്പ്രഷൻ Cn c minus n ന്റെ. So this is the solution for the question.
കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ ഫോറിയർ സീരീസ്. സോ ഈ ക്വസ്റ്റിനകത്ത് C0Cn കാൽക്കുലേറ്റ് ചെയ്യുക. C0Cn ഇക്വേഷൻ C0Cn കാൽക്കുലേറ്റ് ചെയ്യുക. C02T1/T0 കിട്ടി. Cnന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എനിക്ക് sin n omega 0 T1/n omega 0 കിട്ടി. നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ T0യുടെ വാല്യൂ 4ഉം 8ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ C0 വാല്യൂ 4 ആകുമ്പോൾ എന്തായിരിക്കും? T0 4, ദാറ്റ് ഈസ് 2T1 / 4, ദാറ്റ് ഈസ് ഈക്വൽ ടു T1/2 ആണ് ടൈം പീരീഡ്. സോ ഇത് വെച്ച് നമുക്ക് ഇതിന്റെ എക്സ്പ്രഷൻ എഴുതണം. അതുപോലെ തന്നെ C0 ഈസ് ഈക്വൽ ടു C0 ഈസ് ഈക്വൽ ടു നെക്സ്റ്റ് 2T1/8 കൊടുക്കുക, ദാറ്റ് ഈസ് ഈക്വൽ ടു T1/4. സോ ഈ രണ്ട് T1/4 C0 കിട്ടി. സിമിലർലി നമ്മൾ ഇതിനകത്ത് ഇവിടെയും T0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ ഇവിടെ എന്ന് പറയുമ്പോൾ T0 ഈസ് ഈക്വൽ ടു 1/T0. 1/T0 എന്ന വാല്യൂ ഇവിടെ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 1/2 ഇൻറ്റു 1/4 ഇൻറ്റു sin n omega 0 T1 / n omega 0. സിമിലർലി 8 ഈസ് ഈക്വൽ ടു വരുമ്പോൾ എന്ത് വരും? 1/8 ഇൻറ്റു sin n omega 0 T1 / n omega 0. സോ ദിസ് ഇസ് എ സൊല്യൂഷൻ. So next question, determine the Fourier transform of the signal. ഒരു സിഗ്നൽ ഇവിടെ തന്നിട്ടുണ്ട്. സോ സി ഹിയർ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് സ്റ്റെപ്പിന്റെ വേർഷൻ ആയിട്ടുള്ള സിഗ്നലാണ്. 0 to 2 വരെ ആംപ്ലിറ്റ്യൂഡ് ഈസ് 1 ആണ്. 2 to 4 വരെ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് ഈസ് 2 ആൻഡ് 4 to 5 വരെ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് ഈസ് -1. സോ ഈ തന്നിരിക്കുന്ന ഗിവൺ സിഗ്നലിന്റെ ഫോറിയർ ട്രാൻസ്ഫോം ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ വി നോ ദാറ്റ് ദ എക്സ്പ്രഷൻ ഫോർ ദ ഫോറിയർ ട്രാൻസ്ഫോം. So Fourier transform expression എന്താണ്? Fourier transform x of t, the Fourier transform is x of omega. So x of j omega is equal to integral -infinity to +infinity x of t into e raised to -j omega t dt. ഇതാണ് നമ്മുടെ ഫോറിയർ ട്രാൻസ്ഫോമിന്റെ എക്സ്പ്രഷൻ. സോ ഇവിടെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് പറയുക 0 to 2 വരെ ഇന്റഗ്രേറ്റ് ചെയ്യുക. അതിന്റെ ആംപ്ലിറ്റ്യൂഡ് ഈസ് 1, x of t is equal to 1. 2 to 4 x of t is equal to 2, 4 to 5 1. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ x of t ഡിഫൈൻ ചെയ്യണം. സോ ഡിഫൈൻ x of t. സോ x of t is equal to 1 for t യുടെ വാല്യൂ ആയിരിക്കും 0 less than t less than 2. സോ നെക്സ്റ്റ് വൺ 2 to 4 ലെ ആംപ്ലിറ്റ്യൂഡ് ഈസ് 2 ആണ്. സോ x of t is equal to 2 for 2 less than t less than 4. So next one is x of t is equal to -1. So -1 for t is equal to -4 less than t less than 5. So നമ്മൾ ആദ്യം തന്നെ x of t ഡിഫൈൻ ചെയ്തു. x of t ഡിഫൈൻ ചെയ്തതിനു ശേഷം ഈ ഫോറിയർ ട്രാൻസ്ഫോമിന്റെ ഫോർമുലയ്ക്കകത്ത് x of t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്യുക. Okay. So x of j omega is equal to, formula is integral -infinity to +infinity x of t e raised to -j omega t dt. So integral 0 to 2 x of t value 1 into e raised to -j omega t dt plus integral 2 to 4 x of t 2 ആണ്, 2 into e raised to -j omega t dt plus integral 4 to 5 x of t is equal to -1 into e raised to -j omega t dt. So integral 0 to 2 e raised to -j omega t. So e raised to -j omega t യുടെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ e raised to -j omega t divided by -j omega and limit is 0 to 2 plus again integral 2 to 4 e raised to -j omega t, that is e raised to -j omega t divided by -j omega. ഈ 2 കോൺസ്റ്റന്റിനെ പുറത്തേക്ക് എടുത്തു. ഇതിന്റെ ലിമിറ്റ് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് 2 to 4 again plus -1 into e raised to -j omega t എന്ന് പറയുമ്പോൾ എന്താ? e raised to -j omega t divided by -j omega and limit is 4 to 5. So here substitute the upper limit and lower limit. So e raised to -j omega into 2. So -1/j omega throughout ഉണ്ട്, ഞാൻ കോമൺ ആയിട്ട് പുറത്തെടുത്തു. e raised to -j omega into 2 minus e raised to -j omega into 0 plus 2 into e raised to -j omega into 4 minus e raised to -j omega into 2. ഇവിടെ മൈനസ് പുറത്തുണ്ട്. സോ മൈനസ് ഇൻറ്റു e raised to -j omega into 5 minus plus e raised to -j omega into 4. സോ ഇതെല്ലാം അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. സോ
സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം 1/-j omega മൈനസിന്റെ ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുക 1/j omega ഇൻറ്റു 1 പ്ലസ് e⁻j2 omega. Then 2e⁻j omega ഉണ്ട് ഇവിടെ 2e⁻4j omega ഇവിടെ 2e⁻4j omega ഇവിടെ e⁻4j omega. സോ രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് -3e⁻4j omega. The last term is e⁻5j omega. So the final answer is 1/j omega into 1 plus e⁻2j omega minus 3e⁻4j omega plus e⁻5j omega. So this is the answer for the question. Okay, so ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ തരുമ്പോൾ ഇതിനകത്ത് എക്സ് ഓഫ് ടി ഫസ്റ്റ് ഓഫ് ഓൾ ഡിഫൈൻ ചെയ്യുക. ഡിഫൈൻ ചെയ്തതിന് ശേഷം ഫോറിയർ ട്രാൻസ്ഫോമിന്റെ ഫോർമുല എഴുതുക. എക്സ് ഓഫ് ടിയുടെ വാല്യൂ ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രേറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത്. സോ ഇതാണ് ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. So the next question, using the frequency shifting property, find the Fourier transform of x of t e⁻j2t u of t. അതിന്റെ കൂടെയുള്ള ക്വസ്റ്റ്യൻ, using the time reversal property. സോ ഇവിടെ ക്വസ്റ്റിനകത്ത് നമുക്ക് ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയും ടൈം റിവേഴ്സൽ പ്രോപ്പർട്ടി ഉപയോഗിച്ച് ഫോറിയർ ട്രാൻസ്ഫോം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തേക്കുന്നത് എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു e⁻j2t ഇൻറ്റു u of t കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയാണ്. അതായത് മൾട്ടിപ്ലിക്കേഷൻ ടൈമും ഫ്രീക്വൻസി ഡൊമൈനിലാണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ഫ്രീക്വൻസി ആയിരിക്കും. ദാറ്റ് ഈസ് ഷിഫ്റ്റിംഗ് ഇൻ ടൈം എക്സ് ഓഫ് ടി മൈനസ് ടി സീറോ ആണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ഇൻ ദ ഫ്രീക്വൻസി e⁻j omega t0 ഇൻറ്റു എക്സ് ഓഫ് j omega ആയിരിക്കും. അതുപോലെ തന്നെ ടൈമിൽ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ e⁻j2t ഇൻറ്റു u of t, അതായത് ടൈമിനകത്ത് ഒരു എക്സ്പോണൻഷ്യൽ സിഗ്നൽ വെച്ച് e⁻j omega വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്താണ് ഫ്രീക്വൻസിയിൽ ഷിഫ്റ്റ് ആയിരിക്കും. എക്സ് ഓഫ് ഒമേഗ മൈനസ് omega0 ആയിരിക്കും. സോ ആ പ്രോപ്പർട്ടിയാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. സോ എക്സ് ഓഫ് ടിയുടെ ഫോറിയർ ട്രാൻസ്ഫോം, വി നോ ദാറ്റ് ദ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ഒമേഗ. ദെൻ മൾട്ടിപ്ലിക്കേഷൻ ഇൻ ദ ടൈം, അതായത് എക്സ് ഓഫ് ടി ഇൻറ്റു e⁻j omega0 ആണ് മൾട്ടിപ്ലൈ. എക്സ്പോണൻഷ്യൽ ടൈം കൊണ്ട് എക്സ് ഓഫ് ടിയിൽ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഫ്രീക്വൻസി ഡൊമൈൻ എന്താ സംഭവിക്കുക? ഷിഫ്റ്റിംഗ് എക്സ് ഓഫ് ഒമേഗ മൈനസ് omega0. ഇതാണ് നമ്മുടെ ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. സോ ഈ ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിക്കകത്ത് e⁻j2t ആണ് നമ്മുടെ എക്സ്പോണൻഷ്യൽ ടൈം വെച്ച് മൾട്ടിപ്ലൈ ചെയ്തത്. സോ നമ്മുടെ എക്സ് ഓഫ് ടി എന്താണ്? u of t. സോ എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു u of t. തന്നിരിക്കുന്ന ക്വസ്റ്റിനകത്ത് എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു u of t. u of t-നെ മൾട്ടിപ്ലൈഡ് വിത്ത് എന്താണ്? e⁻j2t. ഓക്കെ, സോ എക്സ് ഓഫ് ഒമേഗ, എക്സ് ഓഫ് ടിയുടെ ഫോറിയർ ട്രാൻസ്ഫോം എക്സ് ഓഫ് ഒമേഗ ആണെങ്കിൽ എക്സ് ഓഫ് ഒമേഗ ഈസ് ഈക്വൽ ടു വി നോ ദാറ്റ് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് ടി. സോ നമ്മുടെ എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ u of t ആണ്. ദാറ്റ് ഈസ് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് u of t. ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് u of t എന്ന് പറയുന്നത് പൈ ഇൻറ്റു ഡെൽറ്റ ഓഫ് ഒമേഗ പ്ലസ് 1/j omega. ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് പൈ ഇൻറ്റു ഡെൽറ്റ ഓഫ് ഒമേഗ പ്ലസ് 1/j omega ആണ് ഏത് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് u of t എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ മൾട്ടിപ്ലൈഡ് വിത്ത് e⁻j omega t ഇൻറ്റു u of t. സോ നമുക്കറിയാം ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് u of t ഈസ് പൈ ഡെൽറ്റ ഒമേഗ പ്ലസ് 1/j omega. അങ്ങനെയാണെങ്കിൽ e⁻j omega t വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എവിടെയൊക്കെ ഒമേഗ ഉണ്ട് എന്ത് ചെയ്യുന്നു? ഒമേഗ എക്സ് ഓഫ് ഒമേഗ മൈനസ് omega0 ആണ് ഷിഫ്റ്റിംഗ് ഉണ്ടാവുക. അതായത് എവിടെയൊക്കെ ഒമേഗ ഉണ്ട് ഒമേഗ അല്ല ഒമേഗ മൈനസ് omega0 ആയിട്ട് ഷിഫ്റ്റ് ചെയ്യുക. ദാറ്റ് ഈസ് പൈ ഡെൽറ്റ ഒമേഗ മൈനസ് omega0 പ്ലസ് 1/j ഇൻറ്റു ഒമേഗ മൈനസ് omega0. സോ ദാറ്റ് ഈസ് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് e⁻ j omega0 ഇൻറ്റു u of t ആണെങ്കിൽ എന്താ സംഭവിക്കുക? പൈ ഡെൽറ്റ ഓഫ് ഒമേഗ എവിടെയൊക്കെ ഉണ്ട് ഒമേഗനെ പ്ലസ് omega0 ആയിട്ട് ഷിഫ്റ്റ് ചെയ്യുക. പൈ ഡെൽറ്റ ഒമേഗ പ്ലസ് omega0 പ്ലസ് 1/j ഇൻറ്റു ഒമേഗ പ്ലസ് omega0. സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് e⁻j omega0 ആണ്. സോ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് e⁻j2t ഇൻറ്റു u of t. ഓക്കെ, ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് e⁻j2t ഇൻറ്റു u of t. j omega0 to u of t pi delta of omega minus omega0 plus 1/j omega minus omega0. So here omega0 is equal to എത്രയാണ്? omega0 is equal to 2 ആണ്. That is equal to നമ്മുടെ ആൻസർ എന്ത് കിട്ടും? pi into delta of omega minus omega0 is 2. omega minus 2 plus 1 divided by j into omega minus 2. So ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. So this is a pi into delta of omega minus 2 plus 1/j omega minus 2.
സോ ഏതൊരു പ്രോപ്പർട്ടിയാണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യം പ്രോപ്പർട്ടിക്കകത്ത് എക്സ് ഓഫ് ടി തന്നിരിക്കുന്ന സാധനം എക്സ് ഓഫ് ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം കാൽക്കുലേറ്റ് ചെയ്യുക. ഫൊറിയർ ട്രാൻസ്ഫോം കാൽക്കുലേറ്റ് ചെയ്ത ശേഷം അക്കോർഡിംഗ് ടു പ്രോപ്പർട്ടി ഏത് പ്രോപ്പർട്ടിയാണോ അനുസരിച്ച് ആ പ്രോപ്പർട്ടിയുടെ ഷിഫ്റ്റിംഗ് ഇവിടെ ചെയ്യുക. സോ നമ്മുടെ ക്വസ്റ്റ്യൻ അത് ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് സോ ഫ്രീക്വൻസിയിൽ ഷിഫ്റ്റ് സംഭവിക്കുന്നു ഒമേഗ മൈനസ് ഒമേഗ സീറോ. സോ ഒമേഗ സീറോയുടെ വാല്യൂ e⁻²t ഒമേഗ സീറോയുടെ വാല്യൂ 2 ആണ്. ആ 2 ഇവിടെ ഷിഫ്റ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് പൈ ഡെൽറ്റ ഓഫ് ഒമേഗ മൈനസ് 2 പ്ലസ് 1/j ഒമേഗ മൈനസ് 2. ഓക്കെ, സോ ഇതിന്റെ സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടൈം റിവേഴ്സൽ പ്രോപ്പർട്ടിയാണ്. എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു യു ഓഫ് മൈനസ് ടി. സോ യു ഓഫ് മൈനസ് ടി ടൈം റിവേഴ്സൽ പ്രോപ്പർട്ടി യു ഓഫ് മൈനസ് ടി ആണ്. സോ ടൈം റിവേഴ്സൽ പ്രോപ്പർട്ടിക്കകത്ത് എക്സ് ഓഫ് ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം ഈസ് എക്സ് ഓഫ് ഒമേഗ. അങ്ങനെയാണെങ്കിൽ ടി മൈനസ് ടി ആകുക. എക്സ് ഓഫ് മൈനസ് ടി ഈസ് ഈക്വൽ ടു ഫൊറിയർ ട്രാൻസ്ഫോം എന്ത് ചെയ്യുന്നു? ഒമേഗ ഫ്രീക്വൻസിയിലുള്ള ഒമേഗയും ഷിഫ്റ്റ് ആവുന്നു, റിവേഴ്സ് ആവുന്നു എക്സ് ഓഫ് മൈനസ് ഒമേഗ. സോ എക്സ് ഓഫ് ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം ഈസ് എക്സ് ഓഫ് ഒമേഗ ആൻഡ് എക്സ് ഓഫ് മൈനസ് ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം ഈസ് എക്സ് ഓഫ് മൈനസ് ഒമേഗ. സോ ഇവിടെ നമുക്ക് എന്താണ്? സോ യു ഓഫ് ടി ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. യു ഓഫ് ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം വി നോ ദാറ്റ് ദ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് യു ഓഫ് ടി. സോ എക്സ് ഓഫ് ഒമേഗ ഈസ് ഈക്വൽ ടു ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് ടി ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് യു ഓഫ് ടി. ഇറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? പൈ ഇൻറ്റു ഡെൽറ്റ ഓഫ് ഒമേഗ പ്ലസ് 1/j ഒമേഗ. പൈ ഇൻറ്റു ഡെൽറ്റ ഓഫ് ഒമേഗ പ്ലസ് 1/j ഒമേഗ. സോ ഇതാണ് നമ്മുടെ യു ഓഫ് ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം. യു ഓഫ് ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം ഈസ് പൈ ഇൻറ്റു ഡെൽറ്റ ഓഫ് ഒമേഗ പ്ലസ് 1/j ഒമേഗ. സോ നമ്മുടെ ക്വസ്റ്റിനകത്ത് ടൈം റിവേഴ്സൽ പ്രോപ്പർട്ടിക്കകത്ത് യു ഓഫ് മൈനസ് ടി വരുമ്പോൾ എന്താവുക? പൈ ഇൻറ്റു ഡെൽറ്റ ഓഫ് ഒമേഗ. സോ ഡെൽറ്റ ഓഫ് ഒമേഗ എന്ന് പറഞ്ഞാൽ ഡെൽറ്റയുടെ വാല്യൂ 0യിൽ മാത്രമേ ഉള്ളൂ. പ്ലസ് ഒമേഗ ആയാലും മൈനസ് ഒമേഗ ആയാലും അതിൻ്റെ വാല്യൂ ഒരു ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് പൈ ഇൻറ്റു ഡെൽറ്റ ഓഫ് ഒമേഗ തന്നെ ആയിരിക്കും. സോ ഈ ജെ ഒമേഗ എന്ന് പറഞ്ഞാൽ മൈനസ് 1/j ഒമേഗ. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. അതായത് ടൈം റിവേഴ്സൽ പ്രോപ്പർട്ടി ഓഫ് യു ഓഫ് മൈനസ് ടി ഈസ് ഈക്വൽ ടു പൈ ഡെൽറ്റ ഓഫ് ഒമേഗ മൈനസ് 1/j ഒമേഗ. സോ ഈ പ്രോപ്പർട്ടി അറിയാവുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റൻ ആണ്. നമുക്ക് ഒറ്റയടിക്ക് 4 മാർക്സ് കിട്ടും. So this is time reversal property of minus t pi delta of omega minus 1/j omega. So in the next section, next question determine the Laplace transform and express the region of convergence of the signal. So Laplace transform calculate cheyana. Laplace transform shesha inde region of convergence calculate cheyana. So x of t is equal to question is e raised to minus t u of t plus e raised to minus 2t into u of t. So x of t is equal to e raised to minus t into u of t plus e raised to minus 2t into u of t. So Laplace transform in the formula x of s is equal to integral minus infinity to plus infinity e raised to minus t into u of t into e raised to minus st dt plus integral minus infinity to plus infinity e raised to minus 4t into u of t into so e raised to minus 2t into u of t into e raised to minus st dt. Integral 0 to infinity. So we know that u of t value u of t is equal to 1 for t greater than 0. So t less than 0 u of t value 0 and we integrate from 0 to infinity e raised to minus of t common e raised to minus of s plus 1 into t dt plus again e time u of t value 1 for t greater than 0 So less than 0 u of t 0 ആയതുകൊണ്ട് നമ്മൾ അതിനെ ഇന്റഗ്രൽ 0 to infinity e raised to minus of ഇവിടെ t കോമൺ എടുക്കുക s plus 2 into t into dt. So ഈ കേസ് നോക്കിക്കേ ഈ 0 to infinity e raised to minus of s plus 1 into t അതായത് ഇതിന്റെ റിയൽ പാർട്ട് ഓഫ് s plus 1 greater than 0 ആണെങ്കിൽ മാത്രമേ ഈ സിഗ്നൽ കൺവേർജ് ചെയ്യുള്ളൂ. സോ അപ്പോൾ റീജിയൻ ഓഫ് കൺവേർജൻസ് എന്തായിരിക്കണം? റിയൽ പാർട്ട് ഓഫ് s should be greater than -1 ആയിരിക്കണം. Okay, e raised to minus of s plus 1 into t ക്കകത്ത് ഇത് കൺവേർജ് ചെയ്യണമെങ്കിൽ ഇതിന്റെ റിയൽ പാർട്ട് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. അതുപോലെ തന്നെ ഇന്റഗ്രൽ 0 to infinity e raised to minus of s plus 2 t into dt ക്കകത്ത് ഇതിന്റെ കൺവേർജൻസ് if and only if the real part of s plus 2 should be greater than 0, that is the region of convergence real part of s should be greater than -2. So the region of convergence your signal separate e raised to minus t into u of t എടുക്കുകയാണെങ്കിൽ and region of convergence is greater than -1 and e raised to minus 2t into u of t എടുക്കുകയാണെങ്കിൽ and region of convergence is greater than -2. Okay, so നമ്മൾ നെക്സ്റ്റ് again ഇന്റഗ്രേറ്റ് ചെയ്യുക e raised to minus of s plus 1 into t dt നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ e raised to minus of s plus 1 into t divided by minus of s plus 1 then upper limit lower limit substitute ചെയ്യുക 0 to infinity plus e raised to minus of s plus
2 into t divided by minus of s plus 2 upper limit lower limit substitute ചെയ്ത് കൊടുക്കുക. So e raised to minus infinity 0, e raised to 0 is 1 by s plus 1 plus 1 by s plus 2. So the Laplace transform of e raised to minus t u of t is 1 plus s 1 by s plus 1, e raised to minus 2t into u of t, the Laplace transform is 1 by s plus 2. So 1 by s plus 1 plus 1 by s plus 2. So first e raised to minus t into u of t യുടെ region of convergence പറയുന്നത് റിയൽ പാർട്ട് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ -1. സോ നമ്മൾ അതിന്റെ 1 by s plus 1 ആണ്. s plus 1ന്റെ പോൾ -1 വരച്ചു. -1 നിന്ന് റൈറ്റ് സൈഡിലേക്കാണ് അതിന്റെ region of convergence. That is region of convergence is modulus of s should be real part of s should be greater than -1. So 1 by s plus 2 ന്റെ കേസിലോ ഇത് റിയൽ പാർട്ട് ഓഫ് s should be greater than -2. 1 by s plus 2 -2 പോൾ വെച്ച് നമ്മൾ അതിന്റെ region of convergence മാർക്ക് ചെയ്തു. സോ ഈ രണ്ട് കേസിലും കോമൺ ഏരിയ ഏതാണ്? ഒന്ന് -1 to infinity, -2 to infinity. സോ the region of convergence is ഏതാണ്? The region of convergence is real part of s should be greater than -1. ഇതാണ് ഇതിന്റെ region of convergence. സോ രണ്ട് സിഗ്നലിലെ സെപ്പറേറ്റ് region of convergence വരയ്ക്കുക. വരച്ചതിന് ശേഷം അതിന്റെ കോമൺ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക. കോമൺ ഏരിയ ഈസ് -1. ഇത് -2 ആണ്. ഇവിടെ -1 വരയ്ക്കുക. സോ -1 റിയൽ പാർട്ട് ഓഫ് എസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ -1 ആണ് അതിന്റെ region of convergence. സോ ഇതാണ് ഈ ക്വസ്റ്റ്യന്റെ സൊല്യൂഷൻ. ഓക്കെ, താങ്ക് യു. സോ നമുക്ക് നെക്സ്റ്റ് മൊഡ്യൂൾ ഡിസ്കഷനായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.